ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ നോക്കുന്ന വിഷയം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗാസ ഡെവലപ്മെന്റ്സ്, അതേപോലെ അമേരിക്ക, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ വിഷയങ്ങൾ കൂടെ ചേർത്താണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത ഷെല്ലാക്രമണം ബോർഡർ ഏരിയകളിലാണ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യ ബോർഡർ ഏരിയയിലുള്ള കുറെ വില്ലേജസിനെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പൊതുജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ POKയിൽ ഒരു നേട്ടവും നമ്മൾ കൊയ്യുന്നില്ല, ജസ്റ്റ് വെറുതെ പോയിട്ട് കുറെ പടക്കം പൊട്ടിച്ചിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി തിരിച്ചടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഈ ഒരു സാഹചര്യം, ഇങ്ങനത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഒരിക്കലും ഇന്ത്യക്ക് ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഒത്തുകിട്ടത്തില്ല. ആ രീതിയിലാണ് ഒരു സാഹചര്യം ഒത്തുകിട്ടിയിരിക്കുന്നത്. കാരണം ബലൂചിസ്ഥാനിൽ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഓൾറെഡി തന്നെ അവിടെ ആക്രമണം തുടങ്ങി കഴിഞ്ഞു. അവിടെ 6 പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്, 6 പേര്. പിന്നെ ഇപ്പുറത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഈ ഖൈബർ പഖ്തൂൺവ മേഖലയിലുള്ള തെഹ്രീക്ക് താലിബാൻ എന്ന് പറഞ്ഞ ആ സംഘടനയായിരിക്കും ഏറ്റവും ആദ്യം ഈ ഒരു ആക്രമണവുമായിട്ട് വരുന്നതെന്നാണ്. പക്ഷെ ഇപ്പം അഫ്ഗാനിസ്ഥാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ ലിബറേഷൻ ആർമി അവരാണ് ഡയറക്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഞങ്ങൾ ബോർഡർ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്രമണത്തിന് തയ്യാറായിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലാണ്. കാരണം ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് ഇന്ത്യ കമൻ എന്നാണ്. അതായത് ഇന്ത്യ ഉള്ളിൽ വരട്ടെ, അറ്റാക്ക് ചെയ്തോ എന്നുള്ളൊരു സിഗ്നൽ ആണ് ഇവർ കൊടുക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചാൽ മതി, ബാക്കി 2 സൈഡിൽ നിന്നും വരും ആക്രമണം. ഇതാണ് പൊതുവിൽ ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പിക്ചർ. ഇവ നിലവിൽ ഈ ഒരു സാഹചര്യം വരെയും, നിലവിൽ ഞാൻ ഈ ഒരു വാർത്ത റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം വരെയും അറ്റാക്ക് ബോർഡർ ഏരിയയിൽ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തുടരെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ ഇന്ത്യൻ എയർഫോഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഏരിയൽ സ്റ്റോറേജ്, അതായത് നോൺ എക്സ്പ്ലോസീവ് ഏരിയൽ സ്റ്റോറേജ് ആണ്, അത് ബൈ മിസ്റ്റേക്കൻലി റിലീസ് ചെയ്യപ്പെട്ട് ഒരു വീടിൻ്റെ മുകളിലാണ് വീണത്. ആ വീടിൻ്റെ മുകളിൽ വീണ് വീട് തകർന്നു. ആളപകടമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില വാർത്തകളൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഇതേപോലെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ എയർക്രാഫ്റ്റ് തകർന്ന് വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ എയർക്രാഫ്റ്റ് അല്ല തകർന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയൽ സ്റ്റോറേജ്, നോൺ എക്സ്പ്ലോസീവ് ഏരിയൽ സ്റ്റോറേജ് ബൈ മിസ്റ്റേക്കൻലി റിലീസ്ഡ് ആയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അപകടമാണ്, ആക്സിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും ഈ പരീക്ഷണങ്ങൾക്കിടയിൽ ഇതേപോലത്തെ ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ടെക്നിക്കൽ എററാണ്. അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നത്. റീഫ്യൂവലിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ എയർഫോഴ്സ് പരിശീലിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഒരു യുദ്ധവിമാനം കൂടി ജയ്പൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ബെഞ്ചമിൻ നെതന്യാഹു വളരെ വ്യക്തമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് വേണ്ട സഹായം, ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള സഹകരണവും, സെക്യൂരിറ്റി, ഡിഫൻസ് മേഖലയിൽ ഏത് ലെവൽ വരെയുള്ള സഹായവും ഇന്ത്യക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 1, 2, 3 പ്രാവശ്യം വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ വാർത്ത പറയുന്നത്. യെസ്, ഇന്ത്യക്കുള്ളിൽ വെപ്പൺ ഇല്ലേ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തവണയും പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല ഇത്തവണ ഇന്ത്യ ഒരുങ്ങുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കിനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടൈം അറ്റാക്കിനല്ല ഒരുങ്ങുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിന് മുമ്പ് ഇരുന്ന ആർമി ചീഫ്, ആർമി ജനറൽ നരവനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് പുള്ളി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അടിക്കാനുള്ള കറക്റ്റ് ടൈം അത് അവർ ആക്രമണം നടത്തിയ 1, 2, 3 ദിവസങ്ങളിലല്ല. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ അടിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഭീതി പടർത്തി ഇങ്ങനെ വെക്കണം. അപ്പൊ അവരിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇപ്പൊ അടിക്കും, നാളെ അടിക്കും, മറ്റന്നാൾ അടിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ തളർന്നിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ തളർന്നിരിക്കുന്ന ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസം അടിക്കണം. അങ്ങനെയാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ വെളിയിൽ ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ നരവനയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പൊതുവിൽ വെളിയിൽ വന്നതുകൊണ്ടും പൊതുവിൽ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയാസിൽ വന്നതുകൊണ്ടുമാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിലുപരിയായിട്ട് ഒരുപാട് വിവരങ്ങളുണ്ട്, പക്ഷെ അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ കടന്നു പോകുന്ന ഒരു സാഹചര്യം, അതിനനുസരിച്ചാണ് ഞാൻ കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്ന ന്യൂക്ലിയർ വെപ്പന്റെ ആ ഒരു നാടകം, ഈ ന്യൂക്ലിയർ വെപ്പൺ ഞങ്ങൾ ഉപയോഗിച്ച് കളയും എന്നുള്ള നാടകമുണ്ടല്ലോ, ആ നാടകം ഒരിക്കലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. റഷ്യ തന്നെ ഉക്രൈനെതിരെ ഞാൻ അണുവായുധം ഉപയോഗിച്ച് കളയുമെന്ന് എത്ര തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ജിയോ പൊളിറ്റിക്കൽ അഥവാ ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി മാത്രമാണ്, ഒരു യുദ്ധതന്ത്രവും കൂടിയാണ്. അതിലുപരിയായിട്ട് ന്യൂക്ലിയർ ആയുധം ആരും തന്നെ ഇനി ഉപയോഗിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഹമാസ് മോഡൽ ആക്രമണം, ഈ ഹമാസ് മോഡൽ ആക്രമണത്തിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 6-ാം തീയതി, ഈ 2025 ഫെബ്രുവരി 6-ാം തീയതി ഹമാസ് POK സന്ദർശിക്കുകയാണ്. ഹമാസിനെ POKയിൽ കൊണ്ടുവന്നവരാണ് ലഷ്കർ എ തൊയ്ബ. അവിടെ എഴുന്നള്ളിച്ച് അവിടെ നടന്ന ഒരു സെറമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സെറമണി അല്ല. കുതിരയിലും കഴുതയിലൊക്കെ ഇവരെ കയറ്റി ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ നടന്നത്. ഈ ഹമാസ് ലീഡേഴ്സിനെ ഇവരവിടെ വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു ടീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്.
ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്ത് ടീച്ചിങ് ആണ്? ഫണ്ടമെന്റലിസം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവര് POK-യിൽ വരികയും അവിടെ നിന്ന് JNM എന്ന് പറഞ്ഞ ഈ ഒരു ജയ്ഷ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയും അതുപോലെ തന്നെ ഈ ഒരു LET എന്ന് പറഞ്ഞ സംഘടനയും, ഈ രണ്ട് സംഘടനയിലും പെട്ട നേതാക്കളാണ് ഇവരെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന് അവിടെ നല്ല രീതിയിൽ ഇവര് തീറ്റി പോറ്റി ഇവർ ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്ത് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞാല് ഗാസയിൽ എന്താണോ ഹമാസ് ട്രെയിൻ ചെയ്യുന്നത് ആ സെയിം സാധനമാണ് POK-യിൽ ട്രെയിൻ ചെയ്തത്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ബേസിക് തിയറി എന്താണെന്ന്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഒരു അറ്റാക്കിന്റെ ഒറിജിൻ കിടക്കുന്നത്. ഈ ഒറിജിൻ എങ്ങനെയാണ്? സെയിം ഹമാസ് മോഡൽ. ഇപ്പൊ ഗാസയ്ക്കുള്ളിൽ യെല്ലോ നമ്പർ പ്ലേറ്റിൽ ഒരു വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ യോമാർ ഗ്രനേഡ് കൊണ്ടിടും. ഏതെങ്കിലും രീതിയിൽ ഇത് ചെയ്തിരിക്കും, ഉറപ്പാണ്. കാരണം ഈ യെല്ലോ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇഷ്യൂ ചെയ്യുന്ന നമ്പർ പ്ലേറ്റ് ആണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ ഒരു യെല്ലോ നമ്പർ പ്ലേറ്റ് വണ്ടിയിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു അറബ് ഫാമിലി ഗാസയിൽ വർഷങ്ങൾക്ക് മുമ്പ്, അപ്പൊ ഈ ഒരു അറബ് മുസ്ലിം ഫാമിലി അവിടെ വന്നിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തുകയും ഇവർ ആ കടയ്ക്കകത്ത് കയറിപ്പോയി അവിടെ ആ ഒരു കൊച്ചുകുട്ടി, അയാളുടെ മകൾ അവിടെ നെയിൽ പോളിഷ് ആവശ്യപ്പെടുകയും ആ നെയിൽ പോളിഷ് മേടിച്ചിട്ട് കാറിനകത്ത് തിരിച്ചു വന്ന് കയറുമ്പോഴത്തേക്കും ഒരു ഹമാസ് തീവ്രവാദി നടന്നു വരികയാണ് ഈ കാറിന്റെ അടുത്ത്. ഈ യെല്ലോ നമ്പർ പ്ലേറ്റ് കണ്ടപ്പോഴത്തേക്കും അവൻ ഓടി വന്ന് അവിടെ ആ വണ്ടിക്കുള്ളിൽ ഒരു ബോംബ് ഇടുകയാണ് ചെയ്തത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ആ കുഞ്ഞു മാത്രമാണ് രക്ഷപ്പെട്ടത്. അത് കൊച്ചുകുട്ടി പെട്ടെന്ന് തെറിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ ടെസ്റ്റിമോണിയൊക്കെ ഓൺലൈനിലൊക്കെ കിടപ്പുണ്ട്. ഇന്ന് ഇസ്രായേലിൽ അവരൊരു മാധ്യമ പ്രവർത്തകരാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. അതായത് അവിടെ ഈ ഗാസയ്ക്കുള്ളിൽ പോകുന്ന വ്യക്തി ഒരു കാഫറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചത്. അതേപോലത്തെ സെയിം പ്ലാറ്റോ, സെയിം ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എവിടെ? ഈ പെഗൽഗാമിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതേ സെയിം സംഗതിയാണ്. അതുകൊണ്ടാണ് അവർ ക്ലിയർ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ ഉറപ്പുവരുത്തി ഈ ഒരു പ്രവൃത്തി ചെയ്തത്. ഇത് ഹമാസിന്റെ പ്രിൻസിപ്പളും ഹമാസിന്റെ മാസ്റ്റർ മൈൻഡാണ് ഇതിന്റെ പുറകിലുള്ളതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വളരെ ഷോർട്ട് ടൈമിൽ, ഇപ്പൊ February 2, ഇപ്പം ഇതാ April, ഏതാണ്ട് 1.5 മാസത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഈ ഒരു ടീച്ചിങ് കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് ഹമാസിന്റെ സക്സസ്. അതായത് ഇത്രയും കാലം LETക്കും ജയ്ഷിനും സാധിക്കാത്ത വിഷയമാണ് ഹമാസ് വന്നിട്ട് അത്ര ഊർജം പകർന്നു കൊടുത്ത് ഈ സംഭവം ജയിപ്പിച്ചത്. യുവാക്കളാണ് ഈ ഒരു തോക്കെടുത്തുകൊണ്ട് ഈ ഒരു സൈറൻ വാലിയിൽ പോയത്. ഈ യുവാക്കളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത ആ ഒരു ഇൻസ്പൈറേഷൻ, ആ ഇൻസ്പൈറേഷൻ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചിന്തിച്ച് നോക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു ലിങ്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ആഗോള തലത്തിൽ എങ്ങനെയാണ് ഇവര് മൊത്തത്തിൽ തന്നെ ഒരു ഇന്റർനാഷണൽ തീവ്രവാദം, അതാണ് ഇപ്പം ഹമാസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ പല രീതിയിലും ആൾക്കാരെ ഒരുമിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള യുദ്ധമുറകളിലൂടെ ഇവരുടെ എന്താണോ ഇവരുടെ ഫണ്ടമെന്റൽ അജണ്ട അത് നടപ്പാക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ ഇന്ത്യക്കുള്ളിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു അജണ്ട എന്തായാലും തകർന്നിരിക്കുന്നു. തുൾസി ഗബാഡ്, CIA-യുടെ ചീഫ് പേഴ്സൺ ആയിട്ടുള്ള തുൾസി ഗബാഡ് അമേരിക്കയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട A to Z ഇന്റലിജൻസ് വിവരങ്ങൾ ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യും എന്നാണ് തുൾസി ഗബാഡ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതായത് അമേരിക്കയുടെ C-17ഉം ഇസ്രായേലിന്റെ സ്പൈ ജെറ്റുകളും ഇതെല്ലാം ഇന്ത്യക്കുള്ളിൽ വന്ന് കിടക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കണക്ഷൻസും ഇതിനകത്തുണ്ട്. ഇന്ത്യക്ക് പാകിസ്ഥാനെ അടിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്. അതിനാരുടെയും സഹായം വേണമെന്ന് ചോദിച്ചാൽ സഹായം വേണ്ട. പക്ഷേ തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട, ഇല്ലാതാക്കി തൂത്തുപറക്കി കളയേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ തീവ്രവാദം. അതിനെതിരെ അന്താരാഷ്ട്ര സൊസൈറ്റി ഒരുമിച്ച് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അതിനെന്തിനാണ് ഇപ്പൊ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നേരിടാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഇത്ര പാകിസ്ഥാൻ ഇന്ന് വന്നതല്ലല്ലോ, ഇന്ത്യ ഇന്ന് വന്നതല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പാകിസ്ഥാനെ ചെറുക്കാനുള്ള ഒറ്റയ്ക്ക് നിന്ന് അടിക്കാനുള്ള കെൽപ്പുണ്ട്, ഇല്ലാന്നില്ല. ഇന്ത്യയിൽ 3000 LBs പോലെ 2000 LBs പോലത്തെ ആ അമ്യൂണിഷൻസ് ഒക്കെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ. ഇന്ത്യക്കുള്ളിൽ നമ്മൾ 2000 LBs അഥവാ 3000 LBs അഥവാ എർത്ത് പെനിട്രേറ്റിംഗ്, ഇത് ബങ്കർ ബസ്റ്റേഴ്സ്, ഇതൊക്കെ ഇന്ത്യക്കുള്ളിൽ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ മൊത്തം ഇന്ത്യയുടെ LOCയുടെ ബോർഡറിന്റെ അടുത്ത് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഇവര് സംഘം ചേർന്ന് ഇവര് ചെറിയ ചെറിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലാണ് ഇവർ പോയിരിക്കുന്നത്. ആ തുരങ്കങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനെയൊക്കെ അടിച്ച് തകർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എർത്ത് പെനിട്രേറ്റിംഗ് തന്നെ വേണം. ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ത്യ ചുമ്മാ അങ്ങ് മേടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയല്ല. നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ ചില സാധനങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തേ പറ്റൂ. ഇതൊക്കെ അംഗീകരിക്കൂ, റിയാലിറ്റിയാണ്. യാഥാർത്ഥ്യത്തിനോട് നമ്മൾ കണ്ണും അടച്ച് മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ചില വിഷയങ്ങളൊക്കെ, ചില എക്സ്പെൻസീവ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സാമ്പിൾ ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചിട്ടുള്ള പ്രൂഫുകളുണ്ട്, നമ്മൾ അതുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പല തവണയായിട്ട് നമ്മൾ ഫോറിൻ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് അവിടുത്തെ മിലിറ്ററിയുമായിട്ട് ജോയിന്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥർ പ്രവൃത്തി പരിചയം നേടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അതെല്ലാം നമ്മൾ ഇന്ത്യക്കുള്ളിൽ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കുള്ളിൽ 1-2 ഡെമോൺസ്ട്രേഷൻ പീസുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഫാക്റ്റ് ആണ്. അത് നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതിനനുസരിച്ചിരിക്കുന്നു.
ഇന്ത്യക്കുള്ളിൽ കശ്മീരിൽ നല്ല രീതിയിലുള്ള ഹൗസ് റെയ്ഡ്, ഹൗസ് എന്ന് വെച്ചാൽ ഓരോ വീടുകളായിട്ട് കയറി പരിശോധിക്കുകയാണ്. ഇതൊക്കെ പണ്ടേ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവം തന്നെ ഉണ്ടാവത്തില്ലായിരുന്നു. പാകിസ്ഥാൻ അവരുടെ മിലിറ്ററി ഫോഴ്സ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തന്നെ LACയുടെ അടുത്ത് ക്ലോസർ പ്രോക്സിമിറ്റിയിൽ നീക്കിയിട്ടുണ്ട്. കറാച്ചിയിൽ നിന്നും POKയിലേക്ക് ഏറ്റവും കൂടുതൽ ഷട്ടിൽ സർവീസ് ചെയ്യുന്നതായിട്ടുള്ള വാർത്ത ഞാൻ ഇതിനു മുമ്പേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. UAEയുമായിട്ടുള്ള നെഗോസിയേഷൻ ഫെയിലിയർ ആണ്, അട്ടർ ഫെയിലിയർ. UAEയുമായിട്ടുള്ള നെഗോസിയേഷൻ ഇന്ത്യ പറഞ്ഞു നിരപരാധികളായ 28 പേര് കൊല്ലപ്പെടുകയും അവരൊക്കെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് അവരുടെ മൃതശരീരം, ജീവനറ്റ ശരീരം കയറ്റി അയച്ചിട്ട് ഇരിക്കുകയാണ് ഇന്ത്യ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇരുന്നുള്ള വികാരം എന്ന് പറഞ്ഞാൽ, ജനവികാരം എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്, വളരെ വലുതാണ്. അത് നമ്മൾ അത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ UAE ഇന്ത്യയുടെ വളരെ ഫ്രണ്ട്ലി നേഷനാണ്. ഇതൊരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ള നിലയിലാണ് ആ ലെവലിൽ ഇന്ത്യ UAEയുമായിട്ട് സംസാരിച്ച് അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ. ഇപ്പൊ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ഒരു മീഡിയേഷൻ സാധ്യമാണോ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഇന്ത്യ കുറച്ച് പേഷ്യൻസിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുക, അഗ്രസീവ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകണ്ട, ഞങ്ങൾ വേണമെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു മീഡിയേഷന് വരാം എന്നുള്ള നിലയിൽ ഇറാൻ ഒരു പ്രപ്പോസൽ. ഇറാനെയൊക്കെ ആരാണ് പ്രപ്പോസലിന് വിളിച്ചത്? ഇറാൻ തന്നെ അവിടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കുഴപ്പത്തിൽ കിടക്കുകയാണ്. ആ ഇറാനാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ മീഡിയേഷൻ ചെയ്യാന്ന്. അപ്പൊ ഇന്ത്യ അതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള റെസ്പോണ്ടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ കൊല്ലപ്പെട്ട 28 പേർക്കും അവരുടെ ജീവനും ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഇറാന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഒരു പറ്റം INS കാറ്റഗറിയിൽ വരുന്ന സ്ട്രൈക്കേഴ്സ് ഉണ്ട്, അതായത് വാർഷിപ്പുകൾ. ഈ വാർഷിപ്പുകൾ എല്ലാം തന്നെ ഇന്ത്യൻ ഓഷനിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പാകിസ്ഥാന്റെ നേർക്കാണ് നീക്കി വെച്ചിരിക്കുന്നത്. ഇത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് നമ്മളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ മൂവ്മെന്റ്സ് എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആണ് തരുന്നത്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ 2-3 കാര്യങ്ങൾ, ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് വെസ്റ്റേൺ കൺട്രീസിനെയും അമേരിക്കയും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് താലിബാനെ വളർത്താൻ വേണ്ടിയിട്ട് സഹായിച്ചത്, ഫണ്ട് ചെയ്തത് അമേരിക്കയാണെന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്സ് ന്യൂസിൽ. അതൊക്കെ അവർ മറച്ചു വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സമ്മതിച്ചു, അതായത് ഞങ്ങളുടെ ഉള്ളിൽ തീവ്രവാദമുണ്ട് എന്നുള്ളത് സമ്മതിച്ചതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പുറത്തുവിട്ടത്. പുള്ളി അതല്ല ശരിക്കും പറഞ്ഞത്. പുള്ളി പറഞ്ഞത് വെസ്റ്റേൺ കൺട്രീസിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ താലിബാനെ സഹായിക്കുമായിരുന്നു, ഞങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അതിന് പലപ്പോഴും അമേരിക്കയും കൂടി വന്ന് തന്നെയാണ് ട്രെയിനിങ് കൊടുത്തിരുന്നത്. വെസ്റ്റേൺ കൺട്രീസിന്റെ സഹായം പലപ്പോഴും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മൊത്തത്തിലുള്ള വെസ്റ്റേൺ കൺട്രീസ്, അതേപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിൽ ഈ തീവ്രവാദം വളർത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി സംസാരിച്ചത്. അപ്പൊ അതിനെ അവർ പൂർണ്ണമായിട്ടും അവർ ഒതുക്കി നിർത്തിയിട്ടാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിട്ടത്. ഇതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും ഡോഡ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വെച്ചിട്ട് US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ US എയ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി സന്ദർശിക്കാവുന്നേ ഉള്ളൂ. സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് US എയ്ഡ്, എവിടെ നിന്നാണ്, എന്തൊക്കെ കമ്പനികൾ, എന്തൊക്കെ NGOs, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കുള്ളിൽ എങ്ങനെയാണ് പൈസ വന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇന്ത്യക്കുള്ളിൽ ആക്രമണം നടത്തിയവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആവാം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ആക്രമണം നടന്ന ഉടനെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു ന്യൂസ് പ്രൊപ്പഗണ്ട, ഇതൊക്കെ തന്നെ വളരെ റോങ് റൂട്ടിലാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇതിനെക്കുറിച്ച് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. ഇതിങ്ങനെ വരും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് നിങ്ങൾ കണ്ടോ? ഇതാണ് അവർ പറഞ്ഞു വരുന്ന സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യക്കുള്ളിൽ ആക്രമണം നടത്തിയ ആൾക്കാർ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് ആവാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം പാകിസ്ഥാന് പങ്കില്ല അത് ഇന്ത്യക്കുള്ളിൽ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞ വാക്ക് അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഇന്ത്യ ഏതെങ്കിലും ഒരു പുതിയ നിയമം ആ ജനങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടും ആ നിയമത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ചെറുത്തുനിൽപ്പാണ്, റെസിസ്റ്റൻസ് ആണ് ഇത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഒരു പേര് ഉപയോഗിച്ചിരിക്കുന്നത്, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്. കശ്മീരിൽ എന്തൊക്കെ സംഘടനകളുണ്ട്, ആരാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പണ്ട് തൊട്ടേ ചരിത്രപരമായിട്ട് തന്നെ ഹിസ്റ്റോറിക്കലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് എന്തിനാണ് ഇത്രയും വലിയ കൺഫ്യൂഷൻ? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കശ്മീരിന്റെ ഉള്ളിൽ 19-ാം തീയതിയാണ് ഈ ഒരു സൈറൻ വാലി എന്ന് പറഞ്ഞ ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വളരെയധികം ഡൗട്ട് ഉണ്ട്. കാരണം ഈ ഒരു ഹമാസ് മോഡൽ ഇതൊരു ഹമാസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ആരാണ് 19-ാം തീയതി ഈ പാർക്ക് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത്? ആ പെർമിഷൻ കൊടുത്ത ആളിനെ പർട്ടിക്കുലർലി സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അയാളെ പിടിച്ചുകൊണ്ട് പോയി ഇന്ററോഗേറ്റ് ചെയ്യണം. എന്തിനാണ് ഇത് ഓപ്പൺ ചെയ്തത്? അവിടെ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ്, ആർമി, ഇന്റലിജൻസ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത് ആരാണ് 19-ാം തീയതി തുറന്നു കൊടുത്തത്? കാരണം 19-ാം തീയതി തുറന്നു കൊടുത്തിരിക്കുന്നു, 22-ാം തീയതി ആക്രമണം നടന്നിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു കണക്ഷൻ ഉണ്ട്. എവിടേക്കോ എന്തൊക്കെയോ ഒന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. അത് ആരാണ് എന്താണെന്നുള്ളത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് മസ്റ്റ് ആയിട്ട് നടത്തണം.
നടത്തിയേ പറ്റൂ. പാകിസ്ഥാന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വെബ്സൈറ്റ് ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഫുൾ ആൻഡ് ഫുൾ ഹാക്ഡ് ആണ്. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അമേരിക്ക സൗദി അറേബ്യക്ക്, അതായത് അടുത്ത മാസം ട്രംപ് സൗദി അറേബ്യ വിസിറ്റ് ചെയ്യും. ആ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് $100 ബില്യൺ ആയുധ കച്ചവടം ഉറപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് പണ്ട് ഈ ഒരു ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ ആ ഒരു പത്രപ്രവർത്തകന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് തുർക്കിയിലെ സൗദി എംബസിയിൽ വെച്ചിട്ടാണ് ഇത് നടപ്പിലായതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്ത് സൗദി അറേബ്യയ്ക്ക് ആയുധം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് $100 ബില്യൺ ആയുധ കരാറുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ അത് ശരിക്കും സൗദിയും കൂടെ അതിനകത്ത് ഹാപ്പിയാണ്. കാരണം സൗദി ഇടയ്ക്കൊക്കെ ആയുധങ്ങൾ, അവർക്ക് ഡിഫൻസ് മെക്കാനിസം വേണമെന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ ആയുധങ്ങളൊക്കെ മേടിച്ച് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അമേരിക്കയുമായിട്ട് ചർച്ചകൾ കുറെ നടത്തേണ്ടതുണ്ട്. അപ്പൊ നെക്സ്റ്റ് മന്ത് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയ്ക്ക് വരുമ്പോഴാണ് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുന്നത്. ഇന്ന് നോർത്തേൺ ഗാസ ഭാഗത്ത് ശരിക്കുമുള്ള ആക്രമണമാണ് നടന്നത്. ആക്രമണത്തിൽ ഒരു IDF ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്ക്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കുള്ളിൽ ശരിക്കുള്ള ആക്രമണമാണ്. ആ ആക്രമണത്തിൽ നിരവധി പേര് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. നമ്പേഴ്സ് വളരെ ആക്യുറേറ്റ് അല്ല, പക്ഷെ എല്ലാം തന്നെ റെസിഡൻസ് ബിൽഡിങ്ങുകളാണ് തകർക്കപ്പെട്ടത്. അതിൽ കുറെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഈ ഒളിപ്പോരിന് തയ്യാറാവുന്ന ഹമാസ് ഏറ്റവും കൂടുതൽ ബഫർ സോണുകൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത്. ഈ ബഫർ സോൺ എന്ന് പറഞ്ഞിട്ട് ഗാസയിൽ കുറെ സ്ഥലം, 1.5 കിലോമീറ്ററോളം സ്ഥലം ഈച്ച് ബോർഡറിൽ, എല്ലാ ബോർഡറിലും ചുറ്റാകെ 1.5 കിലോമീറ്റർ വെച്ചിട്ട് ബഫർ സോൺ ഉണ്ട്. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്നതാണ് ഈ ഒരു ബഫർ സോൺ. ഈ ബഫർ സോൺ ഏരിയയിലാണ് ഇപ്പൊ ഈ ഒരു ഒളിപ്പോര് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ മുന്നോട്ട് വരുന്നത്. സിറിയയിലെ അഹമ്മദ് അൽ ഷാറ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് ഒരു പീസ് ട്രീറ്റി വേണം, ഇസ്രായേലുമായിട്ട് ഒരു സമാധാന കരാർ വേണം. അതായത് ഞങ്ങൾ എബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തീവ്രവാദികളുടെ ഒരു മോഡേണൈസ്ഡ് ചിന്താഗതിയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ സർവൈവൽ, ഇസ്രായേലിന്റെ നിലനിൽപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അതിന് ഇസ്രായേൽ തടസ്സമൊന്നും പറയത്തില്ല. ഗോലാൻ ഹൈറ്റ്സ് ഉൾപ്പെടെ, അതേപോലെ തന്നെ ഈ ഹെർമോൺ മൗണ്ട്സ് എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഒരു തീരുമാനം, അതായത് ഒരു അംഗീകാരം, ഒരു അക്സെപ്റ്റൻസ് സിറിയയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അത് വന്നാൽ മാത്രമേ ഇസ്രായേൽ ഈ ഒരു എബ്രഹാം അക്കോർഡുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കുകൾ സിറിയയുമായിട്ട് നടത്താൻ സാധ്യതയുള്ളൂ. അതല്ലാതെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളും കൂടി ചില ധാരണകളും ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, തിടുക്കിട്ട് ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യേണ്ട. അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ബാഡ് ഡീൽ ആയിരിക്കും, അത് ഒരിക്കലും ഒരു നല്ല ഡീൽ ആവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ ചർച്ച ഒമാനിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അതിൽ സ്റ്റീവ് വിറ്റ്കോഫിന്റെ കൂടെ മാർക്കോ റൂബിയോയും കൂടെ പങ്കെടുക്കുന്നതായിരിക്കും. സമഗ്രമായ കുറെ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.